നമസ്കാരം. എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 5 ആണ്. നമ്മൾ പാസ്കൽസ് ലോയെക്കുറിച്ചാണ് പഠിക്കുന്നത്. പാസ്കൽസ് ലോ ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ കം ഫിലോസഫറായ ബ്ലെയ്സ് പാസ്കൽ ആവിഷ്കരിച്ചൊരു ലോയാണ് പാസ്കൽസ് ലോ. അപ്പോൾ എന്താണ് ഈ പാസ്കൽസ് ലോ എന്ന് നമുക്ക് നോക്കാം. അതിന് 2 ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ വാട്ടറുണ്ട്. ഇവിടെ ഞാനിങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇതിലൂടെ വാട്ടർ പുറത്തേക്ക് വരും. അതുപോലെ ഇവിടെ ഞാനൊരു ബലൂൺ എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എന്നിരിക്കട്ടെ. ഇതിൽ മൊട്ടുസൂചി കൊണ്ട് ചെറിയ 1-2 ദ്വാരങ്ങളിട്ടാൽ, മൊട്ടുസൂചി കൊണ്ട് ചെറിയ ദ്വാരം ഇടുകയാണെങ്കിൽ ഇതുവഴി ജലം പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ആ ദ്വാരത്തിൻ്റെ വിഡ്ത്ത് അത് കൂടുതലാണെങ്കിൽ ജലം പുറത്തേക്ക് ഒഴുകും, അല്ല എങ്കിൽ പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത കുറവാണ്. ഇവിടെയും ഈ ബലൂണിൻ്റെ ഉപരിതലത്തിൽ ബലം പ്രയോഗിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ദ്വാരങ്ങളിലൂടെ ജലം പുറത്തേക്ക് ഒഴുകും. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കി അതിൻ്റെ കാരണത്തിലേക്ക് വരാം. ഇവിടെ ബലം പ്രയോഗിച്ചു, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്തെ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന്മേൽ ഒരു ബലം പ്രയോഗിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം ഫ്ലൂയിഡ് പുറത്തേക്ക് ഫ്ലോ ചെയ്തു, ഒഴുകി വന്നു. ഇതിലൂടെ, അല്ലെങ്കിൽ ഈ ഓപ്പണിങ്സിലൂടെ, ഈ ഒറിഫൈസുകളിലൂടെ വാട്ടർ പുറത്തേക്ക് ഒഴുകി വരണമെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് ഒഴുകാൻ കാരണമായിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സ് ഈ അപ്ലൈ ചെയ്ത ഫോഴ്സുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതോ ആവണം. അപ്പോൾ നമുക്ക് പറയാം, ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അതിനുള്ളിലെ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഫോഴ്സ് ആ ഫ്ലൂയിഡിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്ന്. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് ഈ ദ്വാരങ്ങളിലൂടെയുള്ള ഔട്ട് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സിന് കാരണം. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഫ്ലൂയിഡ് സിസ്റ്റം, അതിന്മേലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഫോഴ്സ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ഓൾ ദ പാർട്സ് ഓഫ് ദ ഫ്ലൂയിഡ്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എന്ന പദത്തിന് പകരം ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാണ്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. അപ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ ഫ്ലൂയിഡിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രഷർ, നമ്മൾ ഇവിടെ എത്ര പ്രഷറാണോ അപ്ലൈ ചെയ്തത് അതേ അളവിൽ അൺഡിമിനിഷ്ഡായിട്ട്, ഈക്വലായിട്ട് മറ്റ് പാർട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഫ്ലൂയിഡ് സിസ്റ്റം, അതിന്മേൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെടുമെന്നാണ്? അൺഡിമിനിഷ്ഡായിട്ട്, ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നാണ്. ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന എക്സ്റ്റേണൽ പ്രഷർ, ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന വാക്കാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ. അവിടെ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഇൻക്രീസ് ഇൻ പ്രഷർ വിൽ ബി ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ഓൾ ഇറ്റ്സ് റിമൈനിങ് പോർഷൻ ഈക്വലി ആൻഡ് അൺഡിമിനിഷ്ഡ്. ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ? ഇൻ എ ക്ലോസ്ഡ് ഫ്ലൂയിഡ് സിസ്റ്റം, ദ ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് എനി പോയിൻറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ഈക്വലി ആൻഡ് അൺഡിമിനിഷ്ഡ് ടു ഓൾ ഇറ്റ്സ് അതർ പോയിൻറ്റ്സ്. ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസ്കൽസ് ലോ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ദ പ്രഷർ അപ്ലൈഡ് at any point or at any region in a closed fluid system will be transmitted or
transferred to all other parts equally and undiminished. This concept is known as Pascal's law. അപ്പോൾ ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇനി ഈ പാസ്കൽസ് ലോ എവിടെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ, JCB എന്നൊക്കെ പറയുന്ന യന്ത്രങ്ങളെ, ഭീമൻ യന്ത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, JCB എന്നത് ഇത്തരം യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന പല കമ്പനികളിൽ ഒന്നാണ്. JCB ആ യന്ത്രത്തിൻ്റെ ശരിക്കുള്ള പേരല്ല, അതിൻ്റെ പേരെന്ന് പറയുന്നത് എക്സ്കവേറ്റർ എന്നാണ്. അപ്പോൾ എക്സ്കവേറ്റർ വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്കൽസ് ലോ. ഇനി വേറൊരെണ്ണം ഹൈഡ്രോളിക് പ്രസ്. മെറ്റൽ ഷീറ്റ്സ്, കനം കുറഞ്ഞ മെറ്റൽ ഷീറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോളിക് പ്രസ്. അതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക്. അപ്പോൾ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ, ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റൊക്കെ ഹെവി ഓബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഇത്തരം ഡിവൈസസ് എല്ലാം വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി ഈ പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ഡിവൈസുകളിൽ ഒരു ഡിവൈസ് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അതിൽ നിന്ന് പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പാസ്കൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ ഒരെണ്ണം ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട മറ്റു ചില കൺസെപ്റ്റുകളിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നത് is an arrangement used to lift heavy objects. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 2 സിലിണ്ടറുകളാണ്, എക്സും വൈ. ഇവയെ കണക്ട് ചെയ്തുകൊണ്ടൊരു മറ്റൊരു സിലിണ്ടർ അല്ലെങ്കിൽ പൈപ്പുണ്ട്. ഇതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ്, അനുയോജ്യമായ ഡെൻസിറ്റി ഉള്ളൊരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ടായിരിക്കും. ഈ 2 സിലിണ്ടേഴ്സിനും എയർ ടൈറ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള 2 പിസ്റ്റൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കും. എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്? ഈ ചെറിയ പിസ്റ്റണിൽ താരതമ്യേന ചെറിയ ഒരു ഫോഴ്സ്, സൗകര്യത്തിലേക്ക് വേണ്ടിയിട്ട് Fx എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു ഫോഴ്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഈ പോർഷനിൽ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടാവും. ഓൾറെഡി ഇവിടെ പ്രഷർ ഉണ്ടായിരിക്കാം, നമ്മളത് പരിഗണിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടാവും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഈ ഇൻക്രീസ് ഇൻ പ്രഷർ ഈ ഫ്ലൂയിഡ്സിലൂടെ, ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫ്ലൂയിഡിലൂടെ ഇപ്പുറത്തെ സിലിണ്ടറിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രഷർ ഈക്വലായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ഇവിടെ എത്ര പ്രഷർ ഉണ്ടായോ അത്രയും പ്രഷർ ഇവിടെ ആക്ട് ചെയ്യും. പക്ഷേ
ഈ ക്രോസ് സെക്ഷൻസിലെ വ്യത്യാസം കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇങ്ങോട്ട് ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരുന്നു, ആ ഫോഴ്സ് ഫ്ലൂയിഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറി മുകളിലേക്കാവും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എക്സിനേക്കാൾ വളരെ വലുതായിരിക്കും. നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് AY/AX എത്രയാണോ അത്രയും മടങ്ങ് എഫ് എക്സിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ചെറിയ ഒരു ഫോഴ്സ് ചെറിയ സിലിണ്ടറിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ പ്രഷർ അതേ അളവിൽ ഇപ്പുറത്ത് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ബലം കുറച്ചുകൂടെ വലുതായിരിക്കും, വളരെ വലുതായിരിക്കും എന്നാണ്. ആ ഉയർന്ന ബലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ വെച്ചേക്കുന്ന ഭാരം കൂടിയ വസ്തുക്കളെ ഉയർത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്? ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്സിലോട്ട് പോകാം. മീൻസ് ഇവിടെ ലഭിക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ് പല മടങ്ങ് ആയിട്ട് മാറുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഫോഴ്സ് Fx ആണ്. ഈ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ AX ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ പ്രഷർ, സൗകര്യത്തിലേക്ക് വേണ്ടി പ്രഷർ, ആ പ്രഷർ P is equal to, പ്രഷറിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്, ബലം ഭാഗം വിസ്തീർണം എന്നാണ്. അപ്പോൾ ഫോഴ്സ് Fx ആണ് ബൈ AX. ഇതാണ് ഇവിടുത്തെ പ്രഷർ. പാസ്കൽസ് ലോ അനുസരിച്ച് ഈ പ്രഷർ തന്നെ ആയിരിക്കും ഇപ്പുറത്തെയും പ്രഷർ, വലിയ സിലിണ്ടറിലെയും പ്രഷർ. എങ്കിൽ ആ പ്രഷറിനെ ഇവിടുത്തെ ഫോഴ്സിൻ്റെയും ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ്റെയും ടേംസിൽ എഴുതുകയാണെങ്കിൽ Fy ഡിവൈഡഡ് ബൈ AY എന്ന് എഴുതാം. ഈ സമവാക്യത്തിൽ നമ്മൾ Fy പറയുകയാണെങ്കിൽ Fy ഈസ് ഈക്വൽ ടു AY ബൈ AX ഇൻറ്റു Fx. ഈ സമവാക്യം നോക്കുക. ഇതിൽ AY ഗ്രേറ്റർ ദാൻ AX ആണ്. ഈ വലിയ സിലിണ്ടറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ, ഛേദതല വിസ്തീർണം ചെറുതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയേക്കാൾ വലുതാണ്. അത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് തന്നെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ AY വലുതാണ് AXനേക്കാൾ, അല്ലെങ്കിൽ AY ബൈ AX ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും Fy ഗ്രേറ്റർ ദാൻ Fx ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് വലിയ സിലിണ്ടറിൽ വലിയ ഫോഴ്സ് ലഭിക്കുന്നത് എന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് Fx ബൈ AX ഇസ് ഈക്വൽ ടു Fy ബൈ AY എന്ന സമവാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും Fy എന്ന് പറയുന്നത് AY ബൈ AXൻ്റെ Fx ആണ്. AY ഗ്രേറ്റർ ദാൻ AX ആണ്, അല്ലെങ്കിൽ AY ബൈ AX ഒന്നിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് Fy Fxനേക്കാൾ വലുതായിരിക്കും. ഇങ്ങനെ നമുക്ക് വലിയ ഫോഴ്സ് കിട്ടും. ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സിൻ്റെ പല മടങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര മടങ്ങാണ്? AY ബൈ AX മടങ്ങ് വലുതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ബൈ ചെറുതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ടൈംസ് ഫോഴ്സാണ് നമുക്ക് അപ്പുറത്ത് കിട്ടുക, വലിയ സിലിണ്ടറിൽ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് പല മടങ്ങാക്കി അപ്പുറത്ത് കിട്ടുന്നു. അതുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻറ്റിനെ ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് പറയാറുണ്ട്. ഫോഴ്സിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് സീക്വൻഷ്യലായിട്ട് പറയുകയാണ്. Pascal's law. It was introduced by Blaise Pascal, a French mathematician cum philosopher, and statement of Pascal's law is like this: the increase in pressure or pressure applied in a closed fluid system will be transmitted equally and undiminished to all other parts of the fluid. Then the main instruments or some instruments which works on the basis of Pascal's law are hydraulic lift, hydraulic jack, excavator, etc. Then hydraulic jack. Hydraulic jack is an arrangement used to lift heavy objects. Working principle is Pascal's law.
The components in this device are two cylinders, one of larger cross section and one of smaller cross section. These cylinders are provided with the frictionless airtight pistons, and these cylinders are connected by a pipe, and the cylinders and pipe are filled with a suitable fluid or liquid. Then working. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഈ ചെറിയ സിലിണ്ടറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ചെറിയ ഫോഴ്സ്. ആസ് എ റിസൾട്ട് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഈ പ്രഷർ കാരണം എന്ത് ചെയ്യപ്പെടുമെന്നാണ്? വലിയ സിലിണ്ടറിൽ അതേ അളവിൽ പ്രഷർ ഡെവലപ്പ് ചെയ്യും, പാസ്കൽസ് ലോ കാരണം. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വലിയൊരു ഫോഴ്സ് ലഭിക്കും. ആ ഫോഴ്സ് കാരണം, ആ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഹെവി ഓബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ വെൻ വി അപ്ലൈ a small force in the smaller piston, an increase in pressure will be developed in the small cylinder. According to Pascal's law, this pressure is transmitted to the larger piston without any loss. As a result, the larger piston experiences a larger force according to Pascal's law, and hence this force can be used to lift heavy objects. അങ്ങനെ നമുക്ക് ഹെവി ഒബ്ജക്ട്സ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിവൈസിനെ ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്? വി ഗെറ്റ് എ ലാർജ് ഫോഴ്സ് ഇൻ ദ ലാർജർ പിസ്റ്റൺ ഈവൻ ഇഫ് വി അപ്ലൈ എ സ്മോൾ ഫോഴ്സ് ഇൻ ദ സ്മോളർ പിസ്റ്റൺ. ദ ഫോഴ്സ് obtained in the larger piston will be AY by AX times area of cross section of the larger piston by area of cross section of the smaller piston times the force applied in the smaller piston. For this reason, we say this instrument, or we consider this instrument as a force multiplier. ഇനി ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. This equation P is equal to Fx by Ax is equal to Fy by Ay. ഇവിടെ ഈ രണ്ട് ക്രോസ് സെക്ഷൻസ്, ഒന്നാമത്തെ സിലിണ്ടറിൻ്റെയും രണ്ടാമത്തെ സിലിണ്ടറിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയാസ് ഇത് ഈക്വൽ ആണ് എങ്കിൽ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ Fx ആൻഡ് Fy? Axും Ayയും ഈക്വൽ ആണ് എങ്കിൽ, ഒരേ ക്രോസ് സെക്ഷനുള്ള സിലിണ്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പാസ്കൽസ് ലോ അനുസരിച്ച് ഒരു പ്രഷർ ഇൻക്രീസ് ഈ പിസ്റ്റണിലോ ഈ ഭാഗത്തെ ഫ്ലൂയിഡിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഉണ്ടായാൽ ആ പ്രഷർ ഫ്ലൂയിഡിൽ ഉടനീളം കോൺസ്റ്റൻ്റായിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ Axും Ayയും ഈക്വൽ ആണെങ്കിൽ ഞാനതിനെ 5 എന്നെടുക്കുകയാണ്. 5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ, ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന റേഷ്യോ, അത് 2 എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പ്രഷർ ഡെവലപ്ഡ് 2 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ Fx 10 ആണെങ്കിൽ Fyയും 10 ആയി കഴിയും. എങ്കിൽ മാത്രമേ P കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എങ്കിൽ ഇവിടെ എത്ര ഫോഴ്സാണോ അപ്ലൈ ചെയ്യുന്നത് അതേ അളവ് ഫോഴ്സ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും ലഭിക്കുക. ഇനി ഇവിടെ നമ്മൾ കണ്ടതുപോലെ Ax എന്ന ക്രോസ് സെക്ഷൻ്റെ വാല്യൂ ചെറുതും Ay എന്ന ക്രോസ് സെക്ഷൻ്റെ വാല്യൂ അത് വലുതുമാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങനെ വ്യത്യാസപ്പെടും? ഇവിടെ 2 എന്ന ആൻസർ തന്നെ കിട്ടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ 10 ന്യൂട്ടൺ എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിരിക്കട്ടെ, അല്ലെ 10 ന്യൂട്ടൺ എന്ന വെയിറ്റ് അപ്ലൈ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 എന്ന ആൻസർ വരണമെങ്കിൽ 2 എന്ന ആൻസർ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5, ഇവിടെയോ 20. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഭാഗത്തെ ഏരിയ ക്രോസ് സെക്ഷൻ കുറവാണ്, അപ്പുറത്ത് വലിയ ക്രോസ് സെക്ഷൻ ഏരിയയാണ്. അങ്ങനെയാണെങ്കിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് വർദ്ധിക്കും അപ്പുറത്തെത്തുമ്പോഴേക്കും. എത്രയായിട്ട് വർദ്ധിക്കും? Ax by Ay ആയിട്ട് വർദ്ധിക്കുമെന്നാണ്. Ay by Ax ആയിട്ട് വർദ്ധിക്കുന്നത് 10/2 ടൈംസ് ആയിട്ട് വർദ്ധിക്കുമെന്നാണ്. തിരിച്ചാണെങ്കിലോ Ay ആണ് കുറവെങ്കിലോ, Ay കുറവാണ് Axനേക്കാൾ, അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ലഭിക്കുന്ന ഫോഴ്സ്
കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ് ഒരേ അളവിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന് വ്യത്യാസം വരികയില്ല. ഫോഴ്സ് ലഭിക്കുന്നിടത്തെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കുറയുന്നിടത്തെ ഫോഴ്സ് ലഭിക്കുന്നിടത്തെ ഏരിയ ക്രോസ് സെക്ഷൻ കുറയുകയാണെങ്കിൽ കുറഞ്ഞ ഫോഴ്സും ലഭിക്കും. അപ്പോൾ ആവശ്യാനുസരണം ഏരിയ ക്രോസ് സെക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്, ആവശ്യമായ അളവിൽ ഫോഴ്സ് ഇപ്പുറത്തെ പിസ്റ്റണിൽ എത്തിക്കാനും അതുവഴി നമുക്ക് ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുവാനും സാധിക്കും. ഇതാണ് പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ജാക്ക്. പിന്നെ നമ്മൾ എക്സ്ട്രാ 1-2 പോയിൻറ്റ്സ് പറഞ്ഞു. ഈ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ പാസ്കൽസ് ലോ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളുടെയും വർക്കിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് P=Fx/Ax Fy/Ay എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ വേണമെങ്കിലും മാറ്റി പറയാം. pressure or increase in pressure is equal to Fx/Fy is equal to Ax/Ay. ഈ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കത്തക്ക വണ്ണമായിരിക്കും ഈ ഡിവൈസ് വർക്ക് ചെയ്യുക. പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം. ഇവിടെ ഒരു സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്ന വാക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു. എന്താണ് ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, സിസ്റ്റം ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ 3 തരമുണ്ട്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇവിടെ ക്ലോസ്ഡ് സിസ്റ്റം എന്നത് ഒരു സിസ്റ്റം അതിൻ്റെ ചുറ്റുപാടുമായി മാറ്ററിൻ്റെ എക്സ്ചേഞ്ച്, കൊടുക്കൽ വാങ്ങൽ നടത്തുന്നില്ല എങ്കിൽ അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഇവിടെ ഈ 2 സിലിണ്ടറുകൾ, പൈപ്പ്, ഈ പിസ്റ്റൺസ് ചേർന്നുണ്ടായിട്ടുള്ള ഈ സിസ്റ്റം ഉൾക്കൊള്ളുന്ന ഈ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനെ പുറത്തേക്ക് കളയുകയോ പുറത്ത് നിന്ന് ഫ്ലൂയിഡിനെ അകത്തേക്ക് എടുക്കുകയോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. മലയാളത്തിൽ സംവൃത വ്യൂഹം എന്ന് പറയും. അപ്പോൾ അത്തരം സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഈ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ദ നെസസറി കണ്ടീഷൻ വിച്ച് ഈസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു അപ്ലൈ പാസ്കൽസ് ലോ? എന്താണ്? ദ സിസ്റ്റം ഷുഡ് ബി എ ക്ലോസ്ഡ് വൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി എക്സ്റ്റേണൽ ഫോഴ്സസ്. മറ്റ് ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യാത്ത ഒരു സിസ്റ്റമായിരിക്കണം. അങ്ങനെയുള്ള, മാത്രമല്ല ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ നോക്കാം ചോദ്യം. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആർ 1 cm² and 10 cm² റെസ്പെക്റ്റീവ്ലി. ഈ സിസ്റ്റത്തിൽ 2 സിലിണ്ടേഴ്സ് ഉണ്ട്. ആ സിലിണ്ടേഴ്സിനെ എക്സ് എന്നും വൈ എന്നും നമുക്ക് പരിഗണിക്കാം. ആ എക്സ് എന്ന സിലിണ്ടറിൻ്റെയും വൈ എന്ന സിലിണ്ടറിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ 1 cm², 10 cm² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ നോക്കി അറിയാൻ കഴിയും, ചെറിയ പിസ്റ്റണിൽ ഒരു ചെറിയ ഫോഴ്സ് 1 N അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയറി പഠിച്ചതനുസരിച്ച് അപ്പുറത്തെ ക്രോസ് സെക്ഷനിൽ വലിയ ഫോഴ്സ് കിട്ടണം. എത്ര ഫോഴ്സ് കിട്ടണം? Ay/Ax ടൈംസ് ഫോഴ്സ് കിട്ടണം. നമുക്ക് നോക്കാം ഈ പഠിച്ച തിയറി ഇതുമായിട്ട് ഒത്തുവരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷേഴ്സ് അറ്റ് എക്സ് ആൻഡ് വൈ? എക്സ്, വൈ എന്നീ ക്രോസ് സെക്ഷനിലുള്ള പ്രഷേഴ്സിനുള്ള റിലേഷൻ എന്താണ്? ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഈ പ്രഷറും ഇപ്പുറത്തെ പ്രഷറും നമ്മൾ എന്താ റിലേഷൻ? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, pressure at the cylinder or cross sectional area of the smaller piston will be same as that in the pressure developed in the larger piston. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നത് പ്രഷർ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് വൈ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫോഴ്സ് ഇൻ വൈ? വൈ എന്ന ക്രോസ് സെക്ഷനിൽ അല്ലെങ്കിൽ വൈ എന്ന സിലിണ്ടറിൽ അല്ലെങ്കിൽ വലിയ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? അപ്പോൾ എന്ത് കണ്ടുപിടിക്കാനാണ്? Fy കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ പാസ്കൽസ് ലോ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇൻക്രീസ് ഇൻ പ്രഷർ ഇസ് ഈക്വൽ ടു Fx/Fy ഇസ് ഈക്വൽ ടു Ax/Ay. ഇതിൽ നിന്ന് നമ്മൾ Fy പറയുകയാണെങ്കിൽ Fy ഇസ് ഈക്വൽ ടു Ay/Ax ഇൻറ്റു Fx എന്നാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? Ay എന്നത്
10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. എ എക്സ് എന്നുള്ളത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു എഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ ഫോഴ്സ് എവിടെ ലഭിക്കുന്നു? വൈ എന്ന ക്രോസ് സെക്ഷനിൽ 10 ന്യൂട്ടൺ ഫോഴ്സാണ് കിട്ടുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പുറത്ത് ലഭിക്കുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്തുകൊണ്ട് കൂടുതൽ? ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലാണ്, അതുകൊണ്ട് കൂടുതൽ ഫോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. കൂടുതൽ ഫോഴ്സാണ് കിട്ടിയിരിക്കുന്നത്. എത്ര ഫോഴ്സ് കിട്ടും? ചെറിയ പിസ്റ്റണിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിൻ്റെ AY/AX ടൈംസാണ്. AY എന്നത് 10ഉം AX എന്നുള്ളത് 1ഉമാണ്. അപ്പോൾ 10/1 10 മടങ്ങ് ഫോഴ്സ് കിട്ടി. 10 മടങ്ങ് ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് അത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ മൂന്നാമത്തെ ചോദ്യം, ഹൗ ഫോഴ്സസ് ഇൻ എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ്? എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാം. റിലേഷൻ ബിറ്റ്വീൻ എഫ് എക്സ് ആൻഡ് എഫ് വൈ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. റിലേഷൻ ബിറ്റ്വീൻ എഫ് എക്സ് ആൻഡ് എഫ് വൈ. അപ്പോൾ നമുക്ക് നമ്മുടെ റിലേഷൻ നോക്കാം. എഫ് എക്സ് എഫ് വൈ പാസ്കൽസ് ലോ അനുസരിച്ച് എഫ് എക്സ് ബൈ എഫ് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് ബൈ എ വൈ എന്നായിരിക്കും. ഈ ഇക്വേഷനെ പല ഫോമിൽ പറയാൻ പറ്റും. എഫ് എക്സ് ബൈ എഫ് വൈ ഇസ് ഈക്വൾ ടു എക്സ് ബൈ റെസിപ്രോക്കൽ പറയുകയാണെങ്കിൽ എഫ് വൈ ബൈ എഫ് എക്സ് ഇസ് ഈക്വൾ ടു എ വൈ ബൈ എക്സ്. ക്രോസ് ചെയ്ത് പറയുകയാണെങ്കിൽ എഫ് എക്സ് എ വൈ ഇസ് ഈക്വൾ ടു എഫ് വൈ എ എക്സ്. ഇങ്ങനെയൊക്കെ പറയാൻ സാധ്യത. അപ്പോൾ റിലേഷൻ, ഇപ്പോൾ എഫ് എക്സ് എഫ് വൈ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എഫ് എക്സ് എഫ് വൈയുടെ എത്ര മടങ്ങാണ്, അല്ലെങ്കിൽ എഫ് വൈ എഫ് എക്സിൻ്റെ എത്ര മടങ്ങാണ്, അല്ലെങ്കിൽ എഫ് എക്സ് എഫ് വൈ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എഫ് എക്സ് ബൈ എഫ് വൈ കണ്ടുപിടിച്ച് നോക്കിയാൽ എത്ര കിട്ടും? ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എ വൈയുടെ വാല്യൂ നമുക്കറിയാം 10, എ എക്സ് ആണ് ഇവിടെ. എ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ബൈ എ വൈയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ഇതിൽ നിന്ന്? എഫ് എക്സ് ഈസ് 1/10 ടൈംസ് എഫ് വൈ, അല്ലെങ്കിൽ എഫ് വൈ ഈസ് ഈക്വൽ ടു 10 ടൈംസ് എഫ് എക്സ്. ഫോഴ്സ് ഇൻ ലാർജർ പിസ്റ്റൺ ഈസ് 10 ടൈംസ് ദാറ്റ് ഇൻ സ്മോളർ പിസ്റ്റൺ. ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് എ യൂസ്ഫുൾ കൺക്ലൂഷൻ ഫ്രം ദിസ് റിസൾട്ട്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് കൺക്ലൂഷൻ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഇത്തരം ഒരു സിസ്റ്റത്തിൽ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഫോഴ്സ് ലഭ്യമാക്കാം എന്നാണ്. ആ വലിയ ഫോഴ്സ് ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ ബൈ ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ ടൈംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഫോഴ്സ് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് യൂസ്ഡ് ടു ഗെറ്റ് ലാർജ് ഫോഴ്സ് ഔട്ട് ഓഫ് എ സ്മോൾ ഫോഴ്സ്. മാത്രമല്ല, ഈ ഫോഴ്സ് ലാർജ് ഫോഴ്സ് എത്രയായിരിക്കണം എന്നുള്ളത് നമുക്കൊരു പരിധിവരെ നിശ്ചയിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ബൈ അഡ്ജസ്റ്റിംഗ് ദി വാല്യൂ ഓഫ് എ വൈ, ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി ലാർജർ പിസ്റ്റൺ, ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്മോളർ പിസ്റ്റൺ, ഓർ ബൈ അഡ്ജസ്റ്റിംഗ് ദ റേഷ്യോ എ വൈ ബൈ എ എക്സ്. ആ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻക്രീസ് ദ ഫോഴ്സ് വിച്ച് ഈസ് ടു ബി ഒബ്റ്റെയിൻ. നമുക്ക് ലഭിക്കേണ്ടുന്ന ഫോഴ്സ് ടു ദ റിക്വയർഡ് വാല്യൂ. അങ്ങനെ ആവശ്യാനുസരണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പാസ്കൽസ് ലോ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ദെൻ ആ പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതിൽ ഹൈഡ്രോളിക് ജാക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് 1-2 അഡീഷണൽ പോയിൻറ്റ്സ് ഉള്ളത് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം മോർ ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.